നമസ്കാരം. Is someone silently trying to separate you from someone you love? ആരെങ്കിലും നിശബ്ദമായി നിനക്കിഷ്ടമുള്ള ഒരാളിൽ നിന്നും നിന്നെ വേർപിരിക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും മനസ്സിലാക്കില്ല. നീ ഒരാളുമായി വളരെ ഇഷ്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ നീ അവരുമായി നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കും, നല്ല റിലേഷൻഷിപ്പായിരിക്കും. നീ പോലും അറിയാതെ പതുക്കെ നിനക്ക് അവരോട് ദേഷ്യം തോന്നാം, അല്ലെ അവരിൽ നിന്ന് അകലാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ വരാം. ഒരുപക്ഷെ നിനക്ക് പോലും മനസ്സിലാവില്ല എന്താണ് കാരണം. നീ അറിയാതെ മറ്റൊരാൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിന്റെ പ്രിയപ്പെട്ട ആളുമായി, അല്ലെ നിനക്കിഷ്ടമുള്ള ആ ആളുമായി, നിനക്ക് സ്നേഹമുള്ള ആ ആളെ ഇഷ്ടമില്ലാത്ത ഒരാൾ. നേരത്തെ അവർക്ക് ഇഷ്ടമായിരുന്നിരിക്കാം. പതുക്കെ അവർക്ക് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇഷ്ടമല്ല എങ്കിൽ എന്തെങ്കിലും കാരണം പതുക്കെ സാവധാനം ഉണ്ടാക്കി നിങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കും. പുറകോട്ട് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പലരുമായുള്ള റിലേഷൻഷിപ്സ് അവസാനിച്ചത് മൂന്നാമതൊരാളുടെ കൈകടത്തലാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹമായിരിക്കാം. നിങ്ങൾ തമ്മിൽ എല്ലാവിധ രീതിയിലും നിങ്ങൾക്ക് എന്തും മനസ്സിലാക്കാൻ പറ്റുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളായിരിക്കാം. പക്ഷെ സാവധാനം നിങ്ങളുടെ ഉള്ളിൽ വിഷവിത്തുകൾ വിതറി ആരും അറിയാതെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തകർക്കാം. കാരണം നിങ്ങൾ അറിയാതെ മറ്റൊരാൾ ഇൻഫ്ലുവൻസിനായിപ്പോൾ ചിലപ്പോൾ സമാധാനം കിട്ടാനായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടാനായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലാവാതെ, അയാൾ ശരിക്കും ഇതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാതെ നിങ്ങൾ അറിയാതെ അയാളെ സഹായിക്കാനായിരിക്കാം. പക്ഷെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ്. അത് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒത്തിരി വൈകിപ്പോവും. മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിലാവരുത് നിങ്ങളുടെ ജീവിതം. മറ്റൊരാൾക്ക് വേണ്ടി ആവരുത് നിങ്ങളുടെ ജീവിതം. മറ്റൊരാളെ സഹായിക്കാനോ അല്ലെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സഹായിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുമായിട്ടുള്ള റിലേഷൻ ഒരു കാരണവശാലും കട്ട് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നല്ലൊരു സ്നേഹബന്ധമാണ്, വിശ്വാസമുള്ള ഒരു സ്നേഹബന്ധമാണ്. പക്ഷെ ഇത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും ഒത്തിരി വൈകിപ്പോവും. കാരണം ആ മൂന്നാമത് നിൽക്കുന്ന ആൾക്ക് ആദ്യകാലങ്ങളിൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം വളരെ ആൾ ഹാപ്പി ആയിരിക്കും, ഓക്കെ ആയിരിക്കാം. കാരണം ആ സമയത്ത് ആ ആൾക്കും മറ്റേ ആളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ എവിടെയെങ്കിലും ആ ആളും, അതായത് ആരാണോ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവർ തമ്മിലുള്ളതിനേക്കാൾ മറ്റേ ആൾ നിങ്ങളോടാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ, നിങ്ങളെയാണ് അവർ കൂടുതൽ കെയർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇയാൾക്ക് അസൂയ വരും. അതുകൊണ്ട് ഇയാൾ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ കട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് പല കുടുംബങ്ങളിൽ സംഭവിക്കാം, സൗഹൃദങ്ങളിൽ സംഭവിക്കാം, ഓഫീസുകൾ സംഭവിക്കാം, പ്രവർത്തന മേഖലകളിൽ സംഭവിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കിഷ്ടമുള്ള ഒരാളെ ആർക്കു വേണ്ടിയും കട്ട് ചെയ്യരുത്. കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ, അല്ലെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മാറ്റാൻ, അല്ലെ മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് വിചാരിച്ച് നിങ്ങൾ കട്ട് ചെയ്യുന്ന ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യമായ നിധിയായിരിക്കും. അതുകൊണ്ട് മറ്റൊരാൾ നിശബ്ദമായി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറി നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഇല്ലാതാക്കി നിങ്ങളുടെ സ്നേഹബന്ധം നശിപ്പിക്കുവാൻ ഒരു കാലത്തും ഇടവരുത്തരുത്. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ ഇല്ലാതാവേണ്ടതല്ല നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഇന്ന് തൊട്ട് ശ്രദ്ധിക്കുക. മറ്റൊരാൾ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പറ്റി കുറ്റം പറയുകയാണെങ്കിൽ, അല്ലെ നിങ്ങളെ തമ്മിൽ അകറ്റാൻ അവരെന്തെങ്കിലും പറയണേ, അവർക്കൊരു ഹിഡൻ അജണ്ട കാണും. ആ അജണ്ട ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും, പക്ഷേ അപ്പോഴത്തേക്ക് സമയം വൈകിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.